ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ട് ഡിസംബർ 2 അപ്പം നമ്മുടെ ഈ മാസത്തെ 2ാമത്തെ ദിവസത്തെ വീഡിയോ ആണ്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം നമ്മൾ ഇവിടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. രാവിലെ എണീറ്റിട്ടുണ്ട്. ലേറ്റായിപ്പോയി, വേറൊന്നുമല്ല, രാവിലെ പണി കിട്ടി ഗൈസ്. ഇന്നെന്തെന്ന് വെച്ചാൽ കറണ്ട് പോയി. കറണ്ട് എന്ന് വെച്ചാൽ എന്താ, രാവിലെ കറണ്ട് വന്നും പോയി നിന്ന്. എന്നിട്ട് വന്നപ്പോൾ ടാങ്കിൽ വെള്ളമില്ല. മൊത്തത്തിൽ പണി കിട്ടിയെന്നാണ് ഗൈസ് ഞാൻ വിചാരിച്ചത്. ഞാൻ കുഞ്ഞുങ്ങൾക്ക് ചായ ഇട്ടാലേ പറ്റുമോ, അങ്ങനെ ചായ ഇടാൻ വേണ്ടി ഞാനിപ്പോൾ തൊട്ടടുത്ത് പള്ളിയുണ്ട്. അപ്പോൾ പള്ളിയിൽ ടാങ്കിൽ വെള്ളം പിടിച്ചത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ പള്ളിയിൽ പോയി ഒരു കാലം വെള്ളം പിടിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും കറണ്ടും വന്നു കേട്ടോ. പിന്നെ മോട്ടർ ഇട്ടേ, അങ്ങനെ പിന്നെ ചായ ഇട്ടിട്ട് മക്കളെ ചെന്ന് വിളിച്ചപ്പോൾ മോൾ എണീറ്റിരുന്ന് കരച്ചിൽ. എനിക്ക് വയ്യ, എനിക്ക് തൊണ്ടവേദന എടുക്കുന്നു, പനി, എനിക്ക് വയ്യ, ഒട്ടും വയ്യ എന്നൊക്കെ പറഞ്ഞ് ഞാൻ സ്കൂളിൽ പോകണില്ല എന്നും പറഞ്ഞ് അവളൊരു തരത്തിൽ വഴക്ക്. അതിൻ്റെ കൂടെ മോനെ വിളിച്ചപ്പോൾ അവൻ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അവൻ അങ്ങോട്ട് കമ്മന്ന് ഉരുണ്ട് പോയി കിടന്ന് ഉറങ്ങുന്നതല്ലാതെ അവനും ഇന്ന് എണീക്കുന്നില്ല കേട്ടോ. മൊത്തത്തിൽ പണി പാടിയിരിക്കുന്ന സമയമാണ്. എനിക്ക് ദേഷ്യം കൂടി വന്നു കേട്ടോ. എന്നാലും ഞാൻ സമീപനം ഇപ്പം ഞാൻ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ, എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ കൺട്രോൾ ചെയ്യാൻ പഠിച്ചാൽ ദേഷ്യം വന്നാൽ അത് ഒത്തിരി പ്രകടിപ്പിക്കാതെ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ വിളിച്ചുകൊണ്ടിരുന്നു, എനിക്ക് മക്കളെ എന്ന് കുറേ വിളിച്ചപ്പം മോനോണെന്ന് കേട്ടോ. എൻ്റെ മുടിയൊക്കെ ഇരിക്കുന്ന കണ്ടാ മുകളിലോട്ടൊക്കെ പൊക്കി വെച്ചിട്ട് ആശം നല്ല ഉറക്കമാണ്. കുറേ വിളിച്ചിട്ടാണ് എന്നിട്ടിരുന്നത് കേട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കാരണം ഇന്നലെ വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, വീടിൻ്റെ പാല് വെച്ച് ഹൗസ് വാമിങ്ങിന് ഫംഗ്ഷനൊക്കെ പോയപ്പോൾ നല്ല ക്ഷീണം. തൊട്ട് മുറ്റത്താണെങ്കിലും നല്ല ചാട്ടമായിരുന്നു കേട്ടോ. നാത്തൂനൊക്കെ വന്നുകൊണ്ട് കുഞ്ഞിൻ്റെ കൂടെയൊക്കെ നല്ല ചാട്ടമായിരുന്നു. അവനിതാ ഒന്നിനെ വിളിച്ചുണർത്തിയിട്ട് എണ്ണിപ്പിച്ചപ്പോൾ അടുത്തത് കിടന്നു. പുതപ്പ് എടുത്തുകൊണ്ട് പുതച്ച് മൂടി കിടന്നു. അതിൻ്റെ പുതപ്പ് മാറ്റിയപ്പോൾ അടുത്ത പുതപ്പ് എടുത്തു. അങ്ങനെ ഒരു വിധത്തിൽ രണ്ടിനെയും പൊക്കിന്ന് പറയാം. പൊക്കി പല്ലൊക്കെ തേപ്പിച്ച് സെറ്റാക്കി വന്നപ്പോഴേക്കും മോൾക്ക് പനിയാണ് കേട്ടോ. മോള് രാവിലെ പറഞ്ഞത് വെറുതെ അല്ല, മോൾക്ക് പനിയാണ്. അരിപ്പൊക്കെ കണ്ടോ, ഒട്ടും വയ്യ ആശാട്ടിക്ക്. ഏട്ടനെ വിളിച്ചപ്പോൾ ഏട്ടനെ പറഞ്ഞ് വിടണ്ട, വണ്ടിയില്ല കേട്ടോ. എൻ്റെ വണ്ടി ഏട്ടൻ കൊണ്ടുപോയിക്കുമായിരുന്നു ജോലിക്ക്. അപ്പോൾ വണ്ടിയില്ല. അവളെ വിട്ടാലുള്ള പ്രശ്നമെന്ന് വെച്ചാൽ പിന്നെ ടീച്ചർമാരെ വിളിച്ചാൽ പോയി കൊണ്ടുവരാനും പറ്റാത്ത അവസ്ഥയായിപ്പോവും. അതുകൊണ്ട് പിന്നെ അവളെ വിടാതെ മോനെ റെഡിയാക്കി കേട്ടോ. മോനെ സന്തോഷമാക്കണം. അവൻ ഹാപ്പിയായിട്ട് പോകുന്നു. വെറുതെയാണ് ഗൈസ്. എന്തെല്ലാം ഓഫർ കൊടുത്തിട്ടാണ് ഈ പോണേന്ന് അറിയാമോ ആശാൻ. കടയിൽ കൊണ്ടുപോകാം, സ്നാക്സ് വാങ്ങിച്ച് തരാം, അവൻ പറയുന്ന സ്നാക്സ് വാങ്ങിച്ചു കൊടുക്കുക, അവൻ പറയുന്ന മുട്ടായി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള ഓഫറിന് മേൽ മാത്രമാണ് വരുന്നത് എൻ്റെ മോനെ സ്കൂളിൽ പോകാൻ. ഇപ്പം ഞങ്ങൾ പോകുന്നത് കടയിലോട്ടാണ് കേട്ടോ. നേരെ കടയിലോട്ട് തന്നെ പോയി അവൻ ഇഷ്ടപ്പെട്ട എൻ്റെ ഭാഗ്യം കേട്ടോ. അവൻ ബിസ്ക്കറ്റ് 20 ബിസ്ക്കറ്റാണ് എടുത്തത്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, ഉള്ള കാര്യം പറയാമല്ലോ. അപ്പം 2 പാക്കറ്റ് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ച് അവന് മുട്ടായിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അങ്ങനെ അവൻ്റെ ബസ് വന്ന് അവനെ കയറ്റി വിട്ടു കേട്ടോ. അത്രയും നേരം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ബസ് വരുന്ന വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ബസ് ഇങ്ങോട്ട് വന്നപ്പോൾ അവൻ കരയാൻ തുടങ്ങി. അത് അവൻ്റെ സ്ഥിര ശീലം കേട്ടോ. ബസ് വരുന്ന കാണുമ്പോഴാണ് അവന് സങ്കടം വരുന്നത്. അവൻ പറയുന്നത്, എനിക്ക് സങ്കടം വരുമോ അമ്മ, എനിക്ക് അമ്മയെ കാണാൻ തോന്നി. ഇങ്ങനെയൊക്കെയാണ് ആശാൻ്റെ പറച്ചിൽ കേട്ടോ. അങ്ങനെ അവനെ വിട്ടിട്ട് പിന്നെ കുറേ നേരം ഞാൻ വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് അടുക്കള കയറി ജോലിയൊക്കെ തുടങ്ങി കേട്ടോ. അമ്മ ഇന്ന് ജോലിക്ക് പോകുന്നതിൽ ഇവിടെ അടുത്തൊരു വിളയിൽ പണിക്ക് പോകുന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അവർ വിളയോടമ വരാത്തതുകൊണ്ട് അവിടെ പോകാതെ പിന്നെ തൊഴിലുറപ്പിന് കൊണ്ടുവന്നു. അപ്പം ടപ്പെന്നും പറഞ്ഞ അമ്മയ്ക്ക് കൊണ്ടുവന്നതൊക്കെ തട്ടിക്കൂട്ടി. എന്നിട്ട് അമ്മ ജോലിക്ക് പോയി ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്മയുടെ പുറകിലിറങ്ങി. എനിക്ക് ഇന്നൊരു ലോൺ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ലോണിൻ്റെ പൈസ ലോൺ സെൻറ്ററിൽ എത്തിക്കണം. അടുത്ത് തന്നെയാണ്. അപ്പം ഞാൻ പോയപ്പോൾ മോളെയും കൂട്ടിക്കൊണ്ട് പോയപ്പോൾ വീട്ടിൽ വേറെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ടാപ്പിങ്ങിന് പോയി. അവളെയും കൂട്ടിക്കൊണ്ട് പോയി. ഈ ഒരു കുഞ്ഞു ബോളാണ് കേട്ടോ. ഇന്നലെ നാത്തൂൻ്റെ മോള് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. പക്ഷേ അവളുടെ കയ്യിൽ നിന്ന് ഇന്നലെ മിസ്സായതുകൊണ്ട് ഇന്ന് രാവിലെ ഇവൾക്ക് കിട്ടി. ഇവൾ അതും എടുത്ത് കളിച്ചുകൊണ്ട് നടന്ന് അവിടെ ചെന്നപ്പോൾ അവിടെ കയ്യിൽ നിന്ന് പോയി മറ്റേ പാലെടുക്കുന്ന ബക്കറ്റില്ലേ, അതിൽ പോയി വീണു. പിന്നെ ഞാൻ പോയി അതൊക്കെ കണ്ടുപിടിച്ചിട്ട് വന്ന് അവൾക്ക് കഴിയൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ അവളെ ഒന്ന് സെറ്റാക്കാൻ പിന്നെ കുറേ നേരം ഞാനും മോളും കൂടി കിടന്നു കേട്ടോ. കുറേ നേരമൊക്കെ കിടന്നിട്ട് അവൾക്ക് TV ഒക്കെ വെച്ച് കൊടുത്ത് കഴിക്കാനുള്ള ബിസ്ക്കറ്റൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഞാനും വന്ന് 2-3 ബിസ്ക്കറ്റ് തിന്നിട്ട് രാവിലെ കുറച്ച് 2-3 ബിസ്ക്കറ്റ് കഴിച്ചിട്ട് പിന്നെ ഞാൻ പണി തുടങ്ങി കേട്ടോ. അതിൻ്റെ ഇടയിൽ ഈ സോപ്പുണ്ട്. ഈ സോപ്പും കൊണ്ട് ഒരാൾ വന്നു കേട്ടോ. സോപ്പിൻ്റെ പരസ്യമായിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ അടുത്ത് തുടങ്ങിയതാണെന്നും പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഇവർ പറഞ്ഞു 100 സോപ്പുണ്ട്, 100 സോപ്പിൽ 3 സോപ്പിനകത്ത് സമ്മാന കൂപ്പണുകൾ വെച്ചിട്ടുണ്ട്, അത് ഭാഗ്യമുള്ളവർക്ക് കിട്ടുമെന്ന് പറഞ്ഞ്.
അങ്ങനെ ഭാഗ്യമുണ്ട് കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ പൊട്ടിച്ച സോപ്പിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഈ സമ്മാന കൂപ്പൺ എനിക്ക് കിട്ടിയതിൽ കുക്കറ് 12 ലിറ്ററിൻ്റെ കുക്കറ്, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ, അപ്പച്ചട്ടി, ഉണ്ണിയപ്പച്ചട്ടി, തവ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. 8000 രൂപയുടെ പ്രോഡക്റ്റാണ്. നമ്മളതിന് 3999 രൂപ കൊടുക്കണം. അതും രൊക്കം പൈസ കൊടുക്കാൻ വേണം. എൻ്റെ കയ്യിൽ എവിടുന്ന പൈസ? ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അത് ക്യാൻസലാക്കി വിട്ട്. സോപ്പ് നമുക്ക് എടുക്കാം കേട്ടോ, നമ്മൾ കാശ് കൊടുക്കാൻ വാങ്ങിച്ചാലേ 10 രൂപ കൊടുത്ത് വാങ്ങിച്ചാൽ. അങ്ങനെ അത് ക്യാൻസലാക്കി ഇട്ട് എന്നിട്ട് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകി പറക്കി വെച്ച് നമ്മൾ പാത്രം കഴുകുന്ന ആ ബേസിനൊക്കെ ഒന്ന് കഴുകി, സോപ്പ് വെക്കുന്നതൊക്കെ ഒന്ന് കഴുകി, പൈപ്പ് വൈറ്റ് പൈപ്പായതുകൊണ്ട് കരിപ്പാത്രം കഴുകുന്നുണ്ട് എപ്പോഴും അതെന്താവും കരിയൊക്കെ അങ്ങോട്ട്. അതുകൊണ്ട് അത് എന്നും തേച്ച് കഴുകണം. അങ്ങനെ പൈപ്പൊക്കെ കഴുകി എല്ലാം ക്ലീൻ ചെയ്തിട്ട് അടുക്കളയൊക്കെ ഞാൻ ഒരുമാതിരി നീറ്റാക്കി കേട്ടോ. എന്നിട്ട് തൂത്ത് വാരുന്നതിന് മുമ്പ് തന്നെ തുണി ഇറക്കിയിട്ട് വന്നാൽ ഞാൻ തൂത്ത് വാരി കേട്ടോ. അങ്ങനെ അടുക്കളയൊക്കെ ഒരുമാതിരി നീറ്റാക്കിയിട്ട് തുണികളൊക്കെ ഇറങ്ങി. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. 2 ദിവസത്തെ തുണി കഴുകാൻ കിടപ്പുണ്ടായിരുന്നു. 2 ദിവസത്തെ തുണി കഴുകാൻ കിടപ്പുണ്ടായിരുന്നു വെച്ചാൽ ഇന്നത്തെ ഫംഗ്ഷനാണ്. ഞാൻ പിന്നെ തുണി കഴിയിലും വെളിയിലൊക്കെ റോഡിലൊക്കെ വിരിക്കാൻ ബുദ്ധിമുട്ടാണ്. റോഡ് സൈഡിലൊക്കെ ആൾക്കാർ വരുന്നപ്പോൾ മോശമല്ലേ. ഞാൻ ഈ സോപ്പാണ് കേട്ടോ സമ്മാന കൂപ്പൺ കിട്ടിയത്. പക്ഷെ കൊള്ളാം കേട്ടോ, നല്ല മണമൊക്കെ ഉണ്ട്, നല്ല പതയൊക്കെ ഉണ്ട്, കൊള്ളാം സോപ്പ്. അങ്ങനെ ഞാൻ തുണിയിലൊക്കെ ഇറങ്ങി. തുണി ഞാൻ സാധാരണ വാഷിംഗ് മെഷീനിൽ ഇടാറില്ല. ഇടുന്നതെന്ന് വെച്ചാൽ 2-3 ദിവസം, ഇപ്പോൾ എനിക്ക് വയ്യാതൊക്കെ ആയാൽ 2-3 ദിവസം തുണി കുന്നുകൂടും. 2 ദിവസം കഴുകാതിരിക്കുമ്പോൾ ഒരുപാടാവും. അപ്പോൾ എനിക്കത് ഒരുമിച്ച് കഴുകാൻ പറ്റാതിരിക്കുമ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടും. അതുപോലെ ബെഡ്ഷീറ്റ്, മക്കളുടെ ബെഡ്ഷീറ്റൊക്കെ ആണെങ്കിൽ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നില്ല, അത് വെള്ളത്തിൽ മുക്കിയിട്ട് പൊക്കുമ്പോൾ ഭയങ്കര വെയിറ്റല്ലേ, ആ ബെഡ്ഷീറ്റാണ്. അങ്ങനെ ഞാനതും വാഷിംഗ് മെഷീനിൽ ഇടും കേട്ടോ. അങ്ങനെ ബെഡ്ഷീറ്റും 2-3 ദിവസം കുന്നുകൂടി കിടക്കുന്ന തുണി മാത്രം വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴുകും. അല്ലെങ്കിൽ ഞാൻ ദിവസമുള്ള തുണി ഇങ്ങനെ കഴുകും, കല്ലിൽ തന്നെയാണ് കഴുകുന്നത്. കുറച്ച് തുണിയുണ്ടെങ്കിൽ അലക്കാൻ എളുപ്പമല്ലേ, അലക്കി വിരിക്കാൻ ആശ എടുത്തുള്ളത്. അത് തന്നെയാണ് നല്ലത്. ഒരു കണക്കിന് നോക്കി വാഷിംഗ് മെഷീനിൽ കഴുകുന്നതിനെക്കാട്ടിലും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് കഴുകുന്നത് തന്നെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ തുണിയൊക്കെ അലക്കി, തുണിയൊക്കെ വിരിച്ച് ഇന്ന് ഞാൻ പിന്നെ തുണിയൊക്കെ ഇറങ്ങി പ്രത്യേക കാരണമുണ്ട് കേട്ടോ. ഇന്ന് വൈകിട്ട് ഇനി ഏട്ടൻ വന്നാൽ പിന്നെ നാളെ എനിക്ക് അലക്ക് ഇരട്ടിയാവും. ഏട്ടൻ കൊണ്ടുപോയ 3 ദിവസത്തെ ഡ്രസ്സെല്ലാം കാണും കേട്ടോ. അങ്ങനെ അലക്കി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബാത്റൂമൊക്കെ കഴുകി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മോനെ വിളിക്കാൻ ഇറങ്ങി. അപ്പോൾ മോൾ അവിടെ നിന്ന് പിണങ്ങി നിൽക്കുകയാണ് കേട്ടോ, എൻ്റെ കൂടെ വരണമെന്ന്. പക്ഷേ അവൾക്ക് നല്ല പനിയുള്ളതുകൊണ്ട് ഞാൻ അവളെ കൊണ്ടുപോയില്ല. വെയിലത്ത് കൊണ്ടുപോയി ഇനി കൂടണ്ടെന്നും വെച്ച് ഞാൻ അവളെ കൊണ്ടുപോയില്ല. അവൾ പിണങ്ങി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ കടയിലൊക്കെ പോയി പാലൊക്കെ വാങ്ങിക്കണമായിരുന്നു. പാലും ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് അവനെ വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കേട്ടോ റോഡിൽ. അപ്പം കുറേ കഴിഞ്ഞപ്പോൾ വന്നു കേട്ടോ. ഇപ്പോൾ ബസ് നേരത്തെ വരുന്നുണ്ടേ. അങ്ങനെ ആശ വന്ന് രാവിലെ പോകുന്ന ലുക്കിലല്ല ആശ ഒരിക്കലും തിരിച്ച് വരുന്നത് കേട്ടോ. ഞാൻ ഇൻഷർട്ടൊക്കെ ചെയ്ത് സൂപ്പറാക്കി വിടും. അവൻ വരുമ്പോൾ അതെല്ലാം തിരിച്ച് വലിച്ച് ഊരിയിട്ടിട്ട് തന്നെ വരുന്നത്. അങ്ങനെ ആശ വന്ന് സോപ്പിടലാണ്. ഞാൻ നാളെ സ്കൂളിൽ പോകണമെങ്കിൽ എനിക്കിപ്പോൾ കാർട്ടൂൺ വെച്ച് തരണമെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് സോപ്പിടലാണേ. പക്ഷേ ഞാൻ കാർട്ടൂൺ വെച്ച് കൊടുത്തില്ല കേട്ടോ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പം ഞങ്ങൾ മിച്ചറൊക്കെ അമ്മ വന്നപ്പോൾ അമ്മ മിച്ചറും ബിസ്ക്കറ്റും പിന്നെ പപ്സും ഒക്കെ കൊണ്ടുവന്നു കേട്ടോ. പപ്സ് എന്ന് വെച്ചാൽ ഒരു പപ്സാണ് കൊണ്ടുവന്നത്. അമ്മയ്ക്ക് അവിടെ നിന്ന് കിട്ടിയതാണ്, പാവം കേട്ടോ. അമ്മയ്ക്ക് കഴിക്കാൻ കിട്ടിയ പപ്സ് അമ്മ പൊതിനും എനിക്കും പിള്ളേർക്കും കൊണ്ടുവന്നു. അങ്ങനെ അമ്മയും ഞങ്ങളെല്ലാവരും ആ പപ്സ് തിന്ന്. പിന്നെ അമ്മയുടെ ഒരു കൂട്ടുകാരി മക്കൾക്ക് വേണ്ടി മിച്ചറും അങ്ങനെ സ്നാക്സ് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ആൻറ്റിക്ക് ഒരുപാട് താങ്ക്സ് കേട്ടോ. അങ്ങനെ ആൻറ്റി കൊടുത്തിട്ട് മിച്ചറിരുന്ന് തിന്നിയാണ് കേട്ടോ. മക്കളുടെ പേരാന്ന് പറയുന്നില്ല, തിന്നുന്ന മൊത്തം ഞാനാണേ, ചുമ്മാ കേട്ടോ, വല്ലപ്പോഴൊക്കെ ഉള്ളു കേട്ടോ. അങ്ങനെ ഞങ്ങളിരുന്ന് ആ സ്നാക്സൊക്കെ തിന്നിട്ട് പിന്നെ കുറേ നേരം കളിക്കാനിറങ്ങിയെന്ന് വെച്ചാൽ മോനാണ് ഇന്ന് തുടക്കം ഇട്ട കേട്ടോ. ഇന്ന് കസേര കളിയിലായിരുന്നു പിടുത്തം. ഒരു മണി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ മണി എടുത്ത് വെച്ച് 2 കസേര ഇട്ടിട്ട് തന്നെത്താനെ മണി അടിച്ച് തന്നെത്താനെ കസേര കളിക്കുന്ന മോനെ കണ്ടോ, ഇതാണ് എൻ്റെ പൊന്നുമോൻ. അങ്ങനെ അത് കണ്ട് സങ്കടം, ബാമ്മ കളിക്കാമ്മ എന്ന് പറഞ്ഞു പോകാൻ അവസാനം വയ്യാതെ തന്നെ മടിയിൽ കയറിയിരുന്ന മോളെ ഞാൻ ഇറക്കി. അവൻ്റെ കൂടെ ഒന്ന് കളി മക്കളെന്നും പറഞ്ഞ് അവരെ ഇറക്കി. ഞാൻ മണിയടിക്കാനും തുടങ്ങി, അവർ കറങ്ങാനും തുടങ്ങി കേട്ടോ. ഒരു കസേര 2 പേര് കളിക്കുമ്പോൾ ഒരു കസേര വേണ്ടുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷേ ഇത് വഴക്കുണ്ടാവാതിരിക്കാൻ വേണ്ടി 2 പേർക്കും 2 കസേര എടുത്തിട്ട്, ഇതാണ് ബെല്ലടി നിർത്തുമ്പോൾ 2 പേരും 2 കസേര ഇരിക്കുമ്പോൾ പ്രശ്നമില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ 2 കസേര ഇട്ട് കൊടുത്തത്. അങ്ങനെ കുറച്ച് നേരം അവരോടെ കളിച്ചിട്ടൊക്കെ ഇരുന്നിട്ട് പിന്നെയൊക്കെ ഞങ്ങൾ ചായ കുടിച്ചു കേട്ടോ. വൈകിട്ടത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കട്ടിലിരുന്ന് ചായയൊക്കെ കുടിച്ച് കാര്യമൊക്കെ പറഞ്ഞിരുന്ന് ചായയൊക്കെ കുടിച്ചു കേട്ടോ. അങ്ങനെ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ മോളിങ്ങനെ അവൾക്ക് നല്ല വയ്യാഴിക ഉണ്ടായിരുന്നു കേട്ടോ. മരുന്നൊക്കെ കൊടുത്ത് ഒരു വിധമൊക്കെ സെറ്റാക്കിയിട്ട് അവൾ കയ്യിൽ നിന്ന് ഇറങ്ങുന്നേ ഇല്ലായിരുന്നു. അങ്ങനെ കുറേ നേരം കയ്യിലൊക്കെ ഞങ്ങളിങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് വീടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി വന്ന് നിന്നത്. അപ്പം വേറെ ആരുമല്ല കേട്ടോ, എൻ്റെ കെട്ടിയവൻ. ഇന്ന് രാവിലെ വരേണ്ട കെട്ടിയവനായിരുന്നു. വന്നപ്പോൾ വൈകിട്ടായിപ്പോയി. അവരുടെ വണ്ടി ചെറിയൊരു പണി കൊടുത്തു കേട്ടോ. പേരൂർക്കട എത്തിയപ്പോൾ ചെറിയൊരു പണി കൊടുത്തു. അങ്ങനെ വണ്ടി പിന്നെ സെറ്റാക്കിയിട്ടൊക്കെ വന്നപ്പോഴേക്കും ഇത്രയും വൈകി കേട്ടോ.
പിന്നെ ഞങ്ങൾ എല്ലാവരോടും ഇരുന്ന് ചായയൊക്കെ വീണ്ടും ചായ ഇട്ട് കുടിച്ചു. ചേട്ടൻ വന്നപ്പോൾ ഏട്ടന് ചായ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ചായയൊക്കെ ഇട്ട് കുടിക്കാനുണ്ട്. ചായയുടെ കൂടെ അപ്പം മിച്ചറും ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അമ്മുണ്ടെന്ന് മിച്ചറും ബിസ്ക്കറ്റൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിച്ച് കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് സെറ്റായി കേട്ടോ. അപ്പോഴാണ് എൻ്റെ മോൾ എന്നെന്ന് പറയുന്ന മോൾ ഒരു വക കഴിച്ചിട്ടില്ല കേട്ടോ. മോൾ ആകപ്പാടെ കഴിച്ചതാണ്ട് ഈ കഴിക്കുന്ന മിച്ചർ, ചായ, ബിസ്ക്കറ്റ് ഇതൊക്കെയാണ് അവൾ കഴിച്ചത്. അവൾ വേറെ ഒന്നും എന്ത് കൊടുത്തിട്ടും കഴിക്കുന്നില്ല. അതേ സമയത്ത് ചൂട് കഞ്ഞിയൊക്കെ കുടിക്കുമെന്ന് വെച്ചാൽ അവൾ കഴിയുന്നു. പക്ഷെ കുറേ ചൂട് കഞ്ഞിവെള്ളം കുടിച്ചു. കഞ്ഞിയൊന്നും അവൾ എത്ര കൊടുത്തിട്ടും കുടിച്ചില്ല കേട്ടോ. ഞാനാണ് ഏട്ടൻ്റെ ചായ ഇസ്കി കുടിക്കുന്നുമുണ്ട് ഇടയ്ക്ക് കേട്ടോ. എൻ്റെ പങ്ക് ചായയൊക്കെ ഞാൻ നേരത്തെ കുടിച്ചു, ഏട്ടനിട്ടല്ലേ. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ വൈകിട്ടത്തെ ചൂട് ചോറൊക്കെ വെക്കണമായിരുന്നു. അങ്ങനെ അടുക്കളയിലേക്ക് പോയി നല്ല ചമ്മന്തി, തേങ്ങാ ചമ്മന്തി ഏട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് കേട്ടോ തേങ്ങാ ചമ്മന്തി. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് തേങ്ങാ ചമ്മന്തി. അങ്ങനെ പിന്നെ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും എല്ലാം കൂടി ഇട്ടൊരു തേങ്ങാ ചമ്മന്തിയൊക്കെ അരച്ച് ഞങ്ങൾ അമരിക്ക തോരനും ചോറും തേങ്ങാ ചമ്മന്തിയും പിന്നെന്തോ ഒന്നുകൂടി ഉണ്ടായിരുന്നു, സവാള അരിഞ്ഞതൊക്കെ ഇട്ട് ഞങ്ങൾ രണ്ടുകൂടി ചോറൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ടാറ്റാ ബൈ ബൈ സീ യു.